ഒത്തിരി തോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഈ ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടിയല്ല ഈ വരുന്ന ഒരു ജെൻസി പിള്ളേർക്ക് അല്ലെങ്കിൽ വേറൊരാളുടെ അല്ലെങ്കിൽ സോ ഗൈസ്, ഇത് ചെറിയൊരു വ്ലോഗായിരിക്കും. ലൈക്ക് ലൈഫിൽ എങ്ങനെ സക്സസ് ആവാമെന്നാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. ഓക്കെ, ലൈഫിൽ സക്സസ് ആവാൻ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റൂട്ടീൻസിലേക്ക് ഡെയിലി ഷെഡ്യൂൾസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ബട്ട് പെട്ടെന്ന് സക്സസ് ആവണമെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ചുമ്മാ ഇരുന്നാൽ മതി, സക്സസ് ആയിക്കോളും എന്ന് പറയാമല്ല. ഗൈസ്, നിങ്ങൾ തോൽക്കണം ജീവിതത്തിൽ. നിങ്ങൾ ഒത്തിരി തോൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നിടത്ത് നിങ്ങൾ ജയിച്ച് കാണിക്കണം. തോക്കാൻ പറ്റും എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ തോറ്റിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളത് പിന്നെ ജയിക്കാൻ ആ സമയത്ത് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ തോക്കത്തില്ലേ, തോക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവില്ല. ആ പെയിൻ അനുഭവിക്കാൻ പറ്റത്തില്ല. ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു സങ്കടം അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് സക്സസിൻ്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ സക്സസിൻ്റെ ലെവല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം നിങ്ങളുടെ ജീവിതത്തെ തോക്കാൻ പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തെ ഒത്തിരി ആഗ്രഹിക്കാൻ പഠിക്കുന്നതിനെക്കാട്ടും നല്ല ഒത്തിരി തോക്കാൻ പഠിക്കാൻ വേണ്ടി ജീവിക്കുക. ആൻഡ് ഈ ഓരോ കാര്യങ്ങളും നേടാൻ വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾ അത് നേടുക, അല്ലെങ്കിൽ വേറൊരാൾക്കാരെ കണ്ട് അത് നേടാൻ ശ്രമിക്കാതിരിക്കുക. അതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പം എൻ്റെ ലൈഫിൽ ചോദിക്കുവാണെങ്കിൽ തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ തന്നെ ഈ പ്രായത്തിൽ തന്നെ ഉണ്ടാക്കി കാണണം. ഇല്ലെങ്കിൽ ഞാൻ എന്നേലും അത് ഉണ്ടാക്കിയിരിക്കും. സോ എനിക്ക് വേറെ ഒരാളുടെ കണ്ട് പഠിക്കുവാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈ ലൈഫ് തന്നെ പോരാതെ വരും. സോ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ഒത്തിരി കടമെടുക്കേണ്ടി വരും, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മുടെ ലൈഫ് നമ്മൾ സ്പോയിലാക്കിക്കൊണ്ടിരിക്കത്തുള്ളൂ. സോ നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ ഏൺ ചെയ്യുക. നിങ്ങൾ അത് കൊണ്ട് നിങ്ങൾ ഹാപ്പിയാണ്. അല്ലാതെ നിങ്ങൾ വെറുതെ വേറൊരാളുടെ അല്ലെങ്കിൽ വേറൊരാളുടെ ലൈഫ് കണ്ട് അവരെ ഹാപ്പിയാ, സോ ഞാൻ അവരെ പോലെ ജീവിച്ചാൽ ഹാപ്പി ആവും എന്നൊന്നുമില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഹാപ്പി ആവാൻ പോകുന്നില്ല. നിങ്ങൾ എങ്ങനെ ഹാപ്പി ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു വേ ഓഫ് മെത്തേഡ് കണ്ടുപിടിക്കാം. ഒരു ഹാപ്പിനെസ്സിൻ്റെ ഫോർമുല കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഹാപ്പിനെസ്സിന് വേണ്ടി ജീവിക്കുക. അല്ലാതെ ഇങ്ങനെ ഒരാളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിക്കാനോ ഒരു ട്രോമ ഉണ്ടാക്കി കൊടുക്കാനോ അല്ല ജീവിക്കേണ്ടത്. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ ഒന്നും ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ജീവിക്കരുത്. ഓക്കെ, സോ ലൈഫിൽ സക്സസ് ആവേണ്ട രണ്ടാമത്തെ പോയിന്റാണ് ഡിറ്റർമിനേഷൻ. ഈ വരുന്ന ഒരു ജെൻസി പിള്ളേർക്ക് അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ പിള്ളേർക്ക് ഈ ഡിറ്റർമിനേഷൻ എന്ന സംഭവം ഇല്ല. അവർക്ക് പഞ്ച്വാലിറ്റി അല്ല, ടൈം എന്തോന്ന് അവർക്ക് അറിയത്തില്ല. അവർക്ക് വാല്യൂ ഇല്ല ടൈമിന്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ടൈം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ F1 റേസിങ് ഒക്കെ ഉണ്ടല്ലോ, ഇത് ഓരോ സെക്കൻഡിലും വാല്യുബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു നിങ്ങൾ പിറ്റിൽ കയറുമെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള ആൾക്കാർ 7 സെക്കൻഡ് 6 സെക്കൻഡ് ബാക്കില്ല. ഈ പിറ്റിൽ ഇറങ്ങി ഒരു 7 സെക്കൻഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് വെളി ഇറങ്ങാൻ പറ്റും. എല്ലാം മാറ്റണ്ടേ? ആ 7 സെക്കൻഡ് എത്ര വാല്യുബിൾ. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് നിൽക്കുക, ബാക്കിയുള്ളവർ 7 സെക്കൻഡ് പുറകില്ല. ഈ 7 സെക്കൻഡ് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു 7 സെക്കൻഡ് ഉണ്ടല്ലോ, അത് ഈ പിറ്റി കയറുമ്പോഴത്തേക്കിനും അങ്ങ് പോവും. എന്താ, നിങ്ങൾ അവിടെ കൊടുക്കുന്ന ടൈം ഇപ്പുറത്ത് കൊടുത്തോണ്ട് ഇത് വേസ്റ്റ് ആയിപ്പോയി. അവിടെ കൊടുക്കുന്ന ടൈം അവിടെ കൊടുത്ത് അവിടെ ഇച്ചിരി വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്ത് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം നിങ്ങൾ അവിടെ ഫസ്റ്റ് ആയിരിക്കും. സോ നിങ്ങൾ ലൈഫിൽ ഫസ്റ്റ് ആവാൻ വേണ്ടി ഡിറ്റർമിനേഷൻ ഒരു കാര്യം കൊടുക്കുക. ഡിറ്റർമിനേഷൻ അല്ല, ടൈമിന് ഒരു വാല്യൂ കൊടുക്കുക. ഓക്കെ, ഡിറ്റർമിനേഷൻ, ഒരു ആഗ്രഹം, ഒരു വിഷ്, അത് നിങ്ങളുടെ മനസ്സിൽ എന്തായാലും വേണം. ഇപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടി അല്ലെങ്കിൽ +2 +1 പഠിക്കുന്ന കുട്ടിയായ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷ് വേണം. എൻ്റെ വിഷ്, എനിക്ക് കുറച്ച് നാളും കൊണ്ടുള്ള വിഷ് ഞാൻ എന്തായാലും അത് ഉടനെ തന്നെ ഞാൻ സാധിച്ചിരിക്കും. കാരണം എൻ്റെ വിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിഷയൊന്നുമല്ല, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി എനിക്ക് നല്ല സപ്പോർട്ടേഴ്സ് ആയിട്ട് കുറേ ടീമുണ്ട്. ആ ടീം എനിക്ക് സോ ഹാപ്പി ഫോർ ദം. ആൻഡ് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന്. സോ ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ടീമും കൂടെ വേണം നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ. സോ സക്സസ്ഫുൾ ആവാൻ വേണ്ടി ഞാൻ വേറൊരു വീഡിയോ സെക്കൻഡ് പാർട്ട് ക്ലിയർ ആയിട്ട് ഇടുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കാൽവിൻ സൈനിങ് ഓഫ്.